ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂവൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. കട്ട പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ കൂവപ്പൊടി ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ അരപ്പിലേക്കൊന്ന് അരച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂവപ്പൊടി വെച്ചിട്ട് ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പം നല്ല കട്ടി കുറഞ്ഞിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ചേർക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചേർക്കാതിരുന്നാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇവിടെ കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൂവപ്പൊടിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണേ. അപ്പോൾ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ നമ്മളെ കൂവപ്പൊടിൻ്റെ മിക്സ് ഈ രീതിക്കൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. എന്താ അതുപോലെ ഒന്ന് കുറുക്കി കിട്ടിയാൽ മാത്രം മതിട്ടോ. നല്ല ടൈറ്റായിട്ട് കുറുക്കിയെടുക്കരുത് കേട്ടോ. നമ്മൾ ഡ്രിങ്ക് ആക്കിയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കണത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതിയേ. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനുണ്ട്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കുറുക്കിയെടുത്ത കൂവപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അത് പോടെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അപ്പം ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കണത്. ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ടേ. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ. ഈ രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അനാർ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ചിയാ സീഡാണ്. അപ്പോൾ ഞാൻ എന്താ 2 ടീസ്പൂൺ ചിയാ സീഡ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ്കസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ. കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ നോമ്പിനും ചൂടിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. ചൂടുകാലത്തൊക്കെ കൂവപ്പൊടി ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പുള്ളവർക്ക് മാറി കിട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി കൂവപ്പൊടി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണം കൂടി അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.